അവകാശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അവകാശത്തിന്റെ പേരിൽ ഈ കേസിലെ പ്രതികളിൽ ഒരാളെ സംരക്ഷിക്കുന്നു എന്ന് കരുതുന്നു. അല്ല, സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? അദ്ദേഹം പറഞ്ഞത് വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലാണ്. ഭരണഘടനാപരമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അത് ഭരണഘടനാപരമായ ഒരു സംരക്ഷണമാവില്ലേ? അത് അവിടെ ഒഴിവാക്കേണ്ടതല്ലേ ചോദ്യം. അതല്ലേ, അത് ഉറപ്പല്ലേ? തലേ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ. പിണറായി വിജയനെ ആരും ഇവിടെ തടഞ്ഞു വെക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ വഴിയും രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞു പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയൻ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തു വന്നത് എന്നെ ആരും ഒന്നും ചോദ്യം ചെയ്യുന്നത് കണ്ടില്ല എന്നാണ്. എന്നോട് ആരും ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ ഇരുന്നത്? എന്തായിരുന്നു അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ഇമേജ്? വരുത്തി തീർക്കാൻ ശ്രമിച്ച കാര്യം എന്തായിരുന്നു? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ അനധികൃതമായിട്ട് ED ചോദ്യം ചെയ്യുകയാണെന്നുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. എന്നിട്ട് ലാൽ സലാം വിളിച്ചിട്ട് അദ്ദേഹം സഖാക്കൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ? സഖാക്കൾ എന്തിനു നിൽക്കണം പിണറായി വിജയന്റെ കൂടെ? പിണറായി വിജയന്റെ മകൾ മാത്രമാണ് ഇപ്പോൾ ആ കേസിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന് സഖാക്കൾ നിൽക്കണം? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി പറഞ്ഞതല്ലേ അത് കുടുംബക്കാരുടെ കാര്യമാണ്? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? ആ മാന്യത ശ്രീ പിണറായി വിജയൻ കാണിച്ചോ? എന്നിട്ട് പറയുകയാണ് സഖാക്കൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ലാൽ സലാം. അപ്പൊ അദ്ദേഹമാണ് ഭരണഘടനയുടെ കവചം ഈ കേസിൽ അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ചത് ശ്രീ പിണറായി വിജയനാണ്. പാർട്ടിയാണെങ്കിൽ അതിനേക്കാൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് വീണ വിജയനെ സംരക്ഷിക്കാൻ അന്വേഷണ ഏജൻസികളെ ആക്രമിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അന്വേഷണ ഏജൻസികളെ ആക്രമിക്കാനും തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ച പല ആളുകളും പല സംസ്ഥാനത്തും ഉണ്ട്. ബംഗാളിലൊക്കെ ഇപ്പോൾ ഗതികിട്ട പ്രേതം പോലെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നെറികെട്ട നിലപാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിന് കൂട്ടുനിൽക്കാൻ എന്തിനാണ് UDF തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തലേ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്ന അവർ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരുന്നത് ചോദ്യം ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്തിനാ അണ്ടർസ്റ്റുഡ് അല്ലേ സാർ? ഹൈക്കോടതിയുടെ ഉത്തരവ് തലേ ദിവസം അല്ലേ വന്നു? അന്വേഷിക്കുന്ന അറിയല്ലേ ഹൈക്കോടതി? അല്ല, അത് ആ കേസിലെ പറ്റി അറിയുന്ന ആൾ വഴി അറിയുന്ന ആർക്കും അറിയില്ല. പലതവണ ED ശ്രമിച്ചതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടഞ്ഞ് അവസാനം ശരി നടത്തിക്കോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ എന്താവും? ഇതുപോലെ ഡിവിഷൻ ബെഞ്ച് പോകും, പിന്നെ നീണ്ടുപോകും. അതായത് അങ്ങനത്തെ ഒന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. പക്ഷേ ആ ഒരു കവചം ഒരുക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനും. സെക്രട്ടറി ഭാര്യ വിളിച്ചിട്ട് സെക്രട്ടറി ഫോൺ എടുക്കില്ല എന്നുള്ള പരാതി വരെ പരസ്യം അല്ല, അതിന് ഞാൻ മറുപടി ആ വിഷയം